കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 36 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാ പ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവളപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും യേശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വതകരമായ ഗലീലിയിലെ നസറത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ 2 വായനകളിലൂടെ സഭ നമുക്ക് തരുന്നത്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ്. ലോകത്തിൻ്റേതായ അസ്വസ്ഥതകൾ ഓരോ ദിവസവും കടന്നു പോകുന്നവരാണ് നമ്മൾ. നമുക്കതിൽ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല. എത്രയൊക്കെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്ര കണ്ട് അവയൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നത്തെ വായനകൾ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരു ആത്മീയ ഉപദേശമായിട്ട് തരികയാണ്. ആദ്യ വായനയിലൂടെ കടന്നു പോകുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സുവിശേഷത്തിൽ അന്ന എന്ന് പറയുന്ന ഒരു പ്രവാചികയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആ വിഷയങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് യോഹന്നാൻ ശ്ലീഹ പറയാണ്, തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായം ആണ് നമ്മൾ വായിച്ചത്. എന്ന് പറയുകയാണ്, ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കും. അതായത് പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, നമുക്ക് നിലനിൽക്കുന്നതേത് നിലനിൽക്കാത്തതേത് എന്ന് കൃത്യമായിട്ടുള്ളൊരു തിരിച്ചറിവ് ഈ ലോക ജീവിതത്തിലുണ്ടായിരിക്കണം. ശാശ്വതമായതേത്, കടന്നു പോകുന്നതേത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ലോകവും അതിൻ്റെ മോഹങ്ങൾ കടന്നു പോകും. എന്നിട്ട് ലോകം എന്താണെന്ന് യോഹന്നാൻ ശ്ലീഹ ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്: 1, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇതൊക്കെ ലോകത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവതരിപ്പിക്കുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഈ ലോക ജീവിതത്തിൽ ഒരു ആത്മീയ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ലോകത്തിൻ്റേതായ അല്ലെങ്കിൽ ഒരു ദൈവവൈതൽ നേരിടേണ്ടി വരുന്ന ശത്രുക്കളെക്കുറിച്ചാണ് പറയുന്നത്. ലോകവുമായി ബന്ധപ്പെടുത്തി ജഡത്തിൻ്റെ ദുരാശ നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ജഡം വിതയ്ക്കുന്ന മോഹങ്ങളിൽപ്പെട്ട് വീണുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നിലനിൽക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീണുപോകാതിരിക്കുകയുള്ളൂ. ജഡികമായ ജഡം തരുന്ന സന്തോഷങ്ങൾക്കെല്ലാം ശാശ്വതമായ സന്തോഷം തരാൻ പറ്റില്ല എന്നറിയുന്നിടത്താണ് നമുക്ക് അതിനേക്കാൾ അപ്പുറമായി ദൈവം തരുന്ന നിലനിൽക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും ആനന്ദത്തിനും വേണ്ടി അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജഡത്തിൻ്റെ ദുരാശ അത് ലോകത്തിൻ്റെതാണെന്ന് പറയുന്നത് ലോകം നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്ന പോലെ ജഡത്തിൻ്റെ ദുരാശയും നിലനിൽക്കുന്നതല്ല. 2, കണ്ണുകളുടെ ദുരാശ, കാണുന്നതൊക്കെ സ്വന്തമാക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹമുണ്ടല്ലോ, എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളെന്തെങ്കിലും കാണുമ്പോൾ അത് നമ്മുടെ സ്വന്തമായിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. ഈ കണ്ണുകളുടെ ദുരാശ കൊണ്ട് തന്നെ വീണുപോയ അനേകരുണ്ട്, ഇന്നും വീണുകൊണ്ടിരിക്കുന്നവരുണ്ട്. 3, ജീവിതത്തിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമ്മുടെയൊക്കെ വീഴ്ചകളുടെ കാരണങ്ങൾ അന്വേഷിച്ചാൽ ഇതിൽ 3-ൽ ഏതെങ്കിലും പെടും. ലോകം നമ്മൾ വീഴിക്കുന്ന വഴികളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എടുത്തു കഴിഞ്ഞാൽ ആദ്യ മാതാപിതാക്കളെ വീഴിച്ചത് ഈ 3 കാര്യങ്ങളാണ്. 1, ജഡത്തിൻ്റെ ദുരാശ, കല്ലുകൾ അപ്പമാക്കാന്നുള്ളത്, അപ്പം ഭക്ഷിക്കുക എന്നുള്ളത്.
ജീവിതത്തിൻ്റെ അഹന്ത, ദൈവത്തെ പോലെയാകാനുള്ള തീരുമാനം, കണ്ണുകളുടെ ദുരാശ, അത് കണ്ണുകൾക്ക് കൗതുകമുള്ളതും ഭംഗിയുള്ളതായിട്ടൊക്കെ തോന്നി. ഈ പ്രലോഭനങ്ങളിൽ വീണുപോയത് കൊണ്ടാണ് അവർ നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിൽ നിന്നും നിലനിൽക്കാത്ത ജഡത്തിൻ്റെ ലോകത്തിൻ്റെ വിഷയങ്ങളിലേക്ക് വീഴുകയും അങ്ങനെ ദൈവത്തിൽ അകന്നു പോവുകയും ചെയ്തത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷകൻ്റെ 4-ാം അധ്യായവും ലൂക്കാസ് സുവിശേഷകൻ 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും യേശുവിന് ലോകത്തിൽ നിന്നുണ്ടായ പ്രലോഭനങ്ങൾ ഏതൊക്കെയാണ്. 1, ജഡത്തിൻ്റെ ദുരാശ, കല്ലുകൾ അപ്പമാക്കുക. 2, കണ്ണുകളുടെ ദുരാശ, ഉയരത്തിൽ കയറ്റി നിർത്തിയിട്ട് താഴെ കാണിച്ചിട്ട് ഇതെല്ലാം എൻ്റേതാണ്, നീ എന്നെ ഒന്ന് താണു വണങ്ങിയാൽ ഇതൊക്കെ നിൻ്റേതാകും. കണ്ണുകളുടെ ദുരാശ. 3, ജീവിതത്തിൻ്റെ അഹന്ത, നീ ദൈവപുത്രനാണെങ്കിൽ. അപ്പോൾ നമ്മൾ ദൈവപുത്രനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരിതുണ്ടല്ലോ, അതിനെ പോലും യേശു കീഴടക്കുകയാണ്. അപ്പോൾ സുവിശേഷത്തിൽ യേശു ലോകത്തെ കീഴടക്കിയ ദൈവമനുഷ്യനായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. ഇനി നിങ്ങളൊരു സമർപ്പണ ജീവിതത്തിൻ്റെ വ്രതങ്ങളിലേക്ക് നോക്കിയാലും ഈ 3 കാര്യങ്ങൾ കാണാൻ പറ്റും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ബിബ്ലിക്കലാണ്, വചനത്തിൽ അധിഷ്ഠിതമാണ്. ഞങ്ങളെടുത്തിരിക്കുന്ന 3 വ്രതങ്ങൾ, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഇത് 3ഉം ഈ വചനത്തിൽ അധിഷ്ഠിതമാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ ദുരാശയ്ക്കെതിരായ ഈ ലോകത്തിലുള്ളൊരു മനുഷ്യൻ്റെ പോരാട്ടമാണ്. കണ്ണുകളുടെ ദുരാശയ്ക്കെതിരായ പോരാട്ടമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. കാണുന്നതൊക്കെ സ്വന്തമാക്കണമെന്നുള്ള ഒരുവൻ്റെ ആഗ്രഹത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു പരിശ്രമമാണ് ദാരിദ്ര്യ വ്രതം എടുക്കുന്നത്. അതോടൊപ്പം തന്നെ അഹങ്കാരം, അതിനെതിരായ വ്രതമാണ് അനുസരണം എന്ന് പറയുന്നത്. അഹങ്കാരമുള്ളവൻ അനുസരിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുടെയും അനുസരിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം ഈ അഹങ്കാരമാണ്. അപ്പോൾ ഒരു സമർപ്പണ ജീവിതത്തിൽ പോലും എടുക്കുന്ന വ്രതങ്ങൾ എന്തിനാണ്? അത് ലോകത്തെ ജയിക്കാനും അങ്ങനെ യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാനും ഒരുവൻ ആഗ്രഹിക്കുമ്പോൾ എടുക്കുന്ന ഒരു നിലപാടാണ് ഇന്നത്തെ ആദ്യ വായനകളിലൂടെ കാണുന്നത്. അതുതന്നെയാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. 84 വയസ്സിൽ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു 13 വയസ്സിൽ വിവാഹം കഴിച്ചെന്ന് വിചാരിക്കുക. കന്യകാപ്രായത്തിൽ വിവാഹം കഴിച്ചു, 7 വർഷക്കാലം ജീവിച്ചു. 20-ാം വയസ്സിൽ ഭർത്താവ് മരിച്ചു. പിന്നെ 64 വർഷക്കാലം, 84 വയസ്സുണ്ട് അന്നായിക്ക്, 64 വർഷക്കാലം അവൾ ദൈവത്തോട് ബന്ധപ്പെടുത്തി ജീവിച്ചു എന്നാണ് പറയുന്നത്. നിലനിൽക്കുന്ന കാര്യങ്ങളിൽ അവൾ ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്. നിലനിൽക്കാത്ത വിഷയങ്ങളിൽ, നിലനിൽക്കുന്ന കാര്യങ്ങളിൽ അവൾ തൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കുകയും സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൾക്ക് വേണ്ടി ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെ കാണാനും ആ രക്ഷകനെക്കുറിച്ച് പ്രഘോഷിക്കാനും രക്ഷകനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനും ഇവൾക്ക് സാധ്യമായെന്നുള്ളതാണ് സുവിശേഷത്തിലേക്ക് പ്രകൃതി എന്ന് പറഞ്ഞാൽ. അവൾ തൻ്റെ ജീവിതത്തിൽ അവസാനം വരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ അവൾ കാത്തിരുന്നു. ഇതൊരു മനോഹരമാണെന്ന് നോക്കിക്കേ. നിലനിൽക്കാത്ത പല കാര്യങ്ങളിലേക്ക് അവൾക്ക് പോകാമായിരുന്നു, നിലനിൽക്കാത്ത പല വിഷയങ്ങളിലും അവളുടെ ജീവിതത്തെ സമർപ്പിക്കാമായിരുന്നു. എങ്കിലും നിലനിൽക്കുന്ന സന്തോഷം ദൈവത്തിലാണെന്നും നിലനിൽക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മകൾ 84-ാം വയസ്സിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദേവാലയത്തോട് ബന്ധപ്പെടുത്തി തൻ്റെ ജീവിതം കഴിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായ ദൈവിക ജ്ഞാനവും ബോധ്യം ഉണ്ടായതുകൊണ്ടാണ്. ഇന്നത്തെ വായനകളൊക്കെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ ലോകത്തേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണമെന്ന് വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലോകം വെച്ച് നീട്ടുന്ന ജഡത്തിൻ്റെ ദുരാശകൾ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതിൻ്റെ മേലൊക്കെ ഈശോയോടുള്ള ബന്ധത്തിൽ വിജയം വരിച്ചുകൊണ്ട് ആത്മീയ പക്വതയുള്ള ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.